Android programming. Dear students, today we will discuss about the program checkbox control. Write a program to check whether the items listed. ഇപ്പോൾ ചെക്ക് ബോക്സ് കൺട്രോളിൽ മൾട്ടിപ്പിൾ ചെക്ക് ബോക്സ് ഉണ്ടാവും. നമ്മൾ ഓരോ ചെക്ക് ബോക്സും ടിക്ക് കൊടുത്തതിന് ശേഷം ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഓട്ടോമാറ്റിക് ആയിട്ട് ഏതെല്ലാം ചെക്ക് ബോക്സ് ആണ് ടിക്ക് ചെയ്തുള്ളത്, ഏതെല്ലാം ടിക്ക് ചെയ്യാത്തതെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതിനുള്ള ഒരു ക്യാപ്ഷനോ ടോസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ലാബെല്ലാം നമുക്ക് പ്രിന്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, നോക്കാം ഏതൊക്കെയാണ് ട്രൂ അല്ലെങ്കിൽ ഏതൊക്കെ ബട്ടൺസ് ആണ് ക്ലിക്ക് ചെയ്തുള്ളത്, ഏത് ബട്ടൺസ് ആണ് ക്ലിക്ക് ചെയ്യാത്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതും സെലക്ട് ചെയ്യാത്തതും അത് മനസ്സിലാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത്, ചെക്ക് ബോക്സ് പ്രോഗ്രാം. ഓക്കെ, നോക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡിന്റെ എക്ലിപ്സ് വെർഷൻ ആണ്. എക്ലിപ്സിലാണ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എക്ലിപ്സിന്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ADT-ലാണ് വർക്ക് ചെയ്യുന്നത്. സോ ന്യൂ ന്യൂ ക്ലിക്ക് ചെയ്താൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ പ്രോജക്റ്റ്. അത് നമുക്ക് നമ്മുടെ വിൻഡോ ഓപ്പൺ ആക്കാം. ഏതാ വിൻഡോ? മൈ ചെക്ക് ബോക്സ് എൻ്റർ ചെയ്തെടുത്തു. മൈ ചെക്ക് ബോക്സ്. ഓക്കെ, അതുപോലെ ഇവിടെ സാമ്പിൾ എന്നുള്ള ഓപ്ഷൻ, എക്സാമ്പിൾ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം. അതിനുശേഷം ANOOS. ഓക്കെ, നമുക്ക് ഐക്കൺ ചേഞ്ച് കൊടുത്തു നോക്കാം. സർക്കിൾ പിക്ചർ, ഒരു ഷെയ്ഡ് പിക്ചർ കൊടുക്കാം. ഫോട്ടോ നമുക്ക് ഇവിടുന്ന് ബ്രൗസ് ചെയ്തിട്ട് ശേഷം ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. കമ്പ്യൂട്ടർ സയൻസ് എന്നോട്ടെ. ദെൻ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ബ്ലാങ്ക് ആക്ടിവിറ്റി, മെയിൻ ആക്ടിവിറ്റി, ദെൻ അവിടെ ഫിനിഷ്. ഇപ്പൊ ആപ്ലിക്കേഷൻ ഫിനിഷ് ചെയ്തു. ഇപ്പൊ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത വിൻഡോ അവിടെ വന്നിട്ടുണ്ടാവും. അതാ മൈ ചെക്ക് ബോക്സ്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ലാബിൽ ഉണ്ടായിരിക്കും. നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ചെക്ക് ബോക്സ് ആണ് ആവശ്യമുള്ളത്. നോക്കാം. ഒരു ചെക്ക് ബോക്സ് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടു. ഫസ്റ്റ് വൺ. സെക്കൻഡ് ചെക്ക് ബോക്സ് അതിന്റെ തൊട്ട് താഴെ തന്നെ. ദെൻ നെക്സ്റ്റ് ചെക്ക് ബോക്സ്, തേർഡ് വൺ. ഓക്കെ, ദെൻ നമുക്ക് ഒന്നുകൂടെ എൻ്റർ ചെയ്തിടാം. ഫോർത്ത് വൺ. 4 ചെക്ക് ബോക്സ്. ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. ദെൻ നമുക്കൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം അല്ലേ? ബട്ടൺ മുന്നേ ഒരു ബട്ടൺ എടുത്തു. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ്. ബട്ടണിൽ കൂടി തന്നെ വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഈ ബട്ടൺ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഏതൊക്കെയാണ് ചൂസ് ചെയ്തത് നമുക്ക് താഴെ ഔട്ട്പുട്ട് ആയിട്ട് കാണണം. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ചെക്ക് ബോക്സ് അത് പേര് നമുക്ക് മാറ്റി കൊടുക്കാം. ഏതൊക്കെ പേര് കൊടുക്കേണ്ടത്? നമുക്കില്ല XML കോഡ് നോക്കാം. XML കോഡിൽ ബട്ടണിന്റെ മുകളിൽ നമുക്ക് ഷോ എന്ന് കൊടുക്കാം. ഷോ എന്ന് കൊടുത്താൽ ബട്ടൺ മുകളിൽ. അതുപോലെ ചെക്ക് ബോക്സ്, ഫസ്റ്റ് ചെക്ക് ബോക്സിനകത്ത് വാല്യൂ ആൻഡ്രോയിഡ് തന്നെ കൊടുക്കാം. ആൻഡ്രോയിഡ്. സെക്കൻഡ് ചെക്ക് ബോക്സിനകത്ത് നമുക്ക് വാല്യൂ കൊടുക്കുന്നത് ചേഞ്ച് ചെയ്യാം. ആൻഡ്രോയിഡ്. സെക്കൻഡ് ചെക്ക് ബോക്സിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? വാല്യൂ ചേഞ്ച് കൊടുക്കാം. ജാവ കൊടുക്കാം. ഓക്കെ, ജാവ. ദെൻ തേർഡിനകത്ത് നമുക്ക് PHP എന്ന് കൊടുക്കാം. PHP. ഫോർത്ത് ചെക്ക് ബോക്സിനകത്ത് ഷെൽ കൊടുക്കാം. ഷെൽ സ്ക്രിപ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് വിൻഡോ നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും. ഇതുപോലെ കണ്ടോ? ആൻഡ്രോയിഡ്, ജാവ, PHP, ഷെൽ സ്ക്രിപ്റ്റ് അല്ലെ? ഇപ്പൊ ഇതിന് ഷോ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ ടിക്ക് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അത് താഴെ ടോസ്റ്റിൽ പ്രിന്റ് ചെയ്യണം. അതാണ് കോഡ്. നമുക്ക് ഇതിന് SRC നോക്കാം. സോഴ്സ് കോഡ് അതാ ജാവ കോഡ്, മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ജാവ. ഇതിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത 4 ക്രിയേറ്റ് ചെയ്ത ചെക്ക് ബോക്സ് ഉണ്ട്, ഒരു ബട്ടൺ ഉണ്ട്. അപ്പൊ 5 കൺട്രോൾ ഉണ്ട്. ഈ 5 കൺട്രോൾസ് നമുക്ക് എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം ചെക്ക് ബോക്സ് ആയിക്കോട്ടെ അല്ലെ? ചെക്ക് ബോക്സ് CHK1, CHK2, CHK3, CHK4, semicolon. Okay, create ചെയ്തോ? Okay, then button അല്ലെ? ബട്ടൺ BTN semicolon. Okay, അപ്പൊ അത് ക്രിയേറ്റ് ആയി. എല്ലാ ഓപ്ഷൻസും ഓക്കെ. ഇനി ഈ 5 കൺട്രോൾസ് നമുക്ക് എന്ത് ചെയ്യണം? ഹാൻഡ് ഷേക്ക് ചെയ്യണ്ടേ? ഹാൻഡ് ഷേക്ക് വേണം. എവിടെ ഹാൻഡ് ഷേക്ക് ചെയ്യാം? ഇവിടെ ആക്ടിവിറ്റി അണ്ടർസ്കോർ മെയിൻ നകത്ത് ഹാൻഡ് ഷേക്ക് ചെയ്യാം. നോക്കാം. CHK1 is equal to find view by ID r.id. ഏതായിരുന്നു? ചെക്ക് ബോക്സ് 1 സെമികോളൻ. ഒന്ന് കാസ്റ്റ് ചെയ്തെടുക്കണേ. കാസ്റ്റ് എടുത്ത് ഇത് ഞാൻ കോപ്പി ചെയ്യാണ്, കാരണം ബാക്കി 4 എൻട്രി ചെയ്യണ്ടേ. കോപ്പി, താഴെ പേസ്റ്റ് എടുത്തു. 1 2 3 അല്ലെ? ഈ 1ൽ എന്താവും? 2 ആവും. ഇവിടെ ചെക്ക് ബോക്സ് 1ൽ ഇവിടെ 3, ചെക്ക് ബോക്സ് 4. അതുപോലെ ഇവിടെ ചെക്ക് ബോക്സ് 2, ചെക്ക് ബോക്സ് 3, ചെക്ക് ബോക്സ് 4. ക്ലിയർ ആയോ? ഇനി ഒന്നുകൂടെ ഉണ്ട്. ഏതാണ്? ബട്ടൺ കൂടെ അറിയണ്ടേ? BTN is equal to find view by ID
ആർ ഡോട്ട് ഐ ഡി ഡോട്ട് ബട്ടൺ 1 അവിടെ ഓട്ടോമാറ്റിക് വരും. ദെൻ കാസ്റ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? ഇനി നമ്മൾ കളി ഇതാ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടാണ് കോഡ് ചെയ്തത് അല്ലേ? ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ വേണ്ടത്? ഇത് നമുക്ക് മെനു ഓപ്ഷൻസ് ആണ്. മെനു നമുക്ക് വേണ്ട, ഒഴിവാക്കാം. നമുക്ക് പ്രോഗ്രാമിൽ ഇപ്പം മെനുവിന്റെ ആവശ്യമില്ലല്ലോ. സേവ് ചെയ്തു. ദെൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം അല്ലേ? സോ btn ഡോട്ട് സെറ്റ് ഓൺ ക്ലിക്ക് ലിസണർ. ദെൻ കറന്റ് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് ദിസ് കൊടുത്തു അല്ലെ? കറന്റ് വിൻഡോയിൽ തന്നെ വർക്ക് ചെയ്യേണ്ടത്. ഓൺ ക്ലിക്ക് ലിസണർ ഇവിടെ കൊടുക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. മെയിൻ ആക്ടിവിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുക. മെയിൻ ആക്ടിവിറ്റി ഇംപ്ലിമെന്റ് ചെയ്തു. സോ ഇംപ്ലിമെന്റേഷൻ ഓക്കെ ആണ്. അപ്പൊ ഇവിടെ മെയിൻ ആക്ടിവിറ്റിയിൽ ഒന്ന് അൺഇംപ്ലിമെന്റും ചെയ്യാം മെത്തേഡ്സ്. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വെക്കണം? ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്കിന്റെ ഓപ്ഷനിൽ കോഡ് ചെയ്തണം. ഇതാ ഓൺ ക്ലിക്ക് ഇവന്റ്. ഈ ഓൺ ക്ലിക്ക് ഇവന്റ് ആണ് ഈ കോഡ് ചെയ്തത്. എന്താ കോഡ് ചെയ്താൽ നോക്കി? നമുക്കൊരു സ്ട്രിംഗ് ബഫർ ആഡ് ചെയ്താം. എങ്ങനെയാ? സ്ട്രിംഗ് ബഫർ strb അല്ലെ? strb സ്ട്രിംഗ് ബഫർ നെയിം കൊടുത്ത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണ്ട. സ്ട്രിംഗ് ബഫർ ന്യൂ സ്ട്രിംഗ് ബഫർ സെമികോളൻ. ഇതെന്താ സ്ട്രിംഗ് ബഫർ യൂസ് ചെയ്ത്? ഓരോ ഡാറ്റ പിക്ക് ചെയ്യണ്ടേ? ഇതിനകത്ത് തന്നെ ഓരോ സ്ട്രിംഗ് പിക്ക് ചെയ്യണ്ടേ? ഇവിടെ ആൻഡ്രോയിഡ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ വേറെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? ആൻഡ്രോയിഡ്, PHP, ജാവ, ഷെൽ സ്ക്രിപ്റ്റ്, ഇതെല്ലാം ഓരോ സ്ട്രിങ്ങുകളാണ്. ആ സ്ട്രിംഗ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്ന് പിക്ക് ചെയ്ത് വരുന്നത്. അപ്പൊ ആ സ്ട്രിംഗ് റീഡ് ചെയ്യാൻ strb സ്ട്രിംഗ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് നമുക്ക് നേരം ഓരോന്നും അപ്പൻഡ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാ? strb ഡോട്ട് അപ്പൻഡ് പ്രിന്റ് ചെയ്ത് വരുന്ന കേട്ടോ. പ്രിന്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൻഡ് അകത്തുനിന്ന് ചെയ്താൽ നമ്മൾ ആ വാല്യൂസ് കൊടുക്കുക. ഏതൊക്കെ വാല്യൂ കൊടുക്കേണ്ടത്? ഡബിൾ കോഡ്സിൽ ഫസ്റ്റ് തന്നെ ആൻഡ്രോയിഡ് അല്ലേ? ആൻഡ്രോയിഡ്. സോ ഫസ്റ്റിൽ ആൻഡ്രോയിഡ്, ദെൻ സ്കോമ ഡോട്ട് അപ്പൻഡ് ഏത് കണ്ടന്റ്, ഏത് ചെക്ക് ബോക്സിനായിരുന്നു? അപ്പൻഡ് ചെക്ക് ബോക്സ് 1 അല്ലേ? chk1 ഡോട്ട് ഈസ് ചെക്ക്ഡ് സെമികോളൻ. ക്ലിയർ ആയോ? എറുണ്ടോ? ഇല്ല, എറർ പോയി. ഉണ്ടോ? ഇവിടെ ഒരു സ്ട്രിംഗ് ബഫർ ആഡ് ചെയ്തു. അതായത് ഇവിടുന്ന് ഡാറ്റ നമ്മൾ ഇവിടുന്ന് പിക്ക് ചെയ്തെടുക്കണം. ആൻഡ്രോയിഡ് ആണോ PHP ആണോ ടെക്സ്റ്റ് എടുക്കണ്ടേ? അപ്പൊ ആ ടെക്സ്റ്റ് റീഡ് ചെയ്യണം. അപ്പൊ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഇവിടെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രിംഗ് ബഫർ കൊടുത്തത്. സ്ട്രിംഗ് ബഫർ strb ഡോട്ട് അപ്പൻഡ് ആൻഡ്രോയിഡ്. ഈ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞത് ഇതിലൂടെ അപ്പൻഡ് ചെയ്യണം. എന്താ അപ്പൻഡ് ചെയ്യേണ്ടത്? ചെക്ക് ബോക്സ് ചെക്ക്ഡ് ആണോ എന്ന്. ആ ചെക്ക് ബോക്സ് chk1 നമ്മൾ ഫസ്റ്റ് ചെക്ക് ബോക്സ് ആണ്. ഈ ഫസ്റ്റ് ചെക്ക് ബോക്സ് ടിക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ വാല്യൂ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഈ ചെക്ക്ഡ് എന്ന കണ്ടീഷന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ എന്നായിരിക്കും. അപ്പൊ ട്രൂ എന്ന് ഇവിടെ പ്രിന്റ് വരും, ആ ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇത് ഒരു കേസ് ആയിട്ടോ. രണ്ടാമത്തെ കേസ് പോലെ വേണ്ടേ? അപ്പൊ അതെന്ത് ചെയ്യാം? ഇത് ഇതേപോലെ ഞാൻ കോപ്പി ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പേസ്റ്റ് എടുത്തു, നാലെണ്ണം. ഇവിടെ എന്തായിരിക്കും? ആൻഡ്രോയിഡ് വരെ രണ്ടാമത് എന്തായിരുന്നു? രണ്ടാമത്തെ ജാവ PHP ഷെൽ അല്ലേ? അപ്പൊ ഇവിടെ ജാവ, ഈ ഒരു കേസിൽ PHP, then ഷെൽ സ്ക്രിപ്റ്റ്. ഓക്കെ, then chk1 ആണോ? അത് chk2 ആണ്. ഇവിടെ chk3 ആണ് അല്ലേ? 3. ഓക്കെ, അത് ലാസ്റ്റ് കേസ് chk ഏതായിരിക്കും? 4. ഓക്കെ, ഈസ് ചെക്ക്ഡ്. ക്ലിയർ ആയോ? അപ്പൊ 3 കണ്ടീഷണൽ ഡാറ്റയും ക്ലിയർ ആയി വന്നു. ഇനി എന്ത് ചെയ്യണം? ഇത് ഓക്കെ പോലെ നമുക്ക് ടോസ്റ്റിൽ പ്രിന്റ് ചെയ്യിപ്പിക്കണ്ടേ? അപ്പൊ ടോസ്റ്റ് വഴി പ്രിന്റ് ചെയ്യാനുള്ള മെത്തേഡ് ഇനി ടൈപ്പ് ചെയ്യുക. ദാറ്റ് ഈസ് ടോസ്റ്റ് ഡോട്ട് മേക്ക് ടെക്സ്റ്റ്. ഏത് ആക്ടിവിറ്റി ഇല്ല? കറന്റ് ആക്ടിവിറ്റി. ദാറ്റ് ഈസ് മെയിൻ ആക്ടിവിറ്റി ഡോട്ട് ദിസ്. ഇനി അതിന്റെ ഡ്യൂറേഷൻ എന്തായിരിക്കും? സോറി, എന്താ മെസ്സേജ് ടൈപ്പ് ചെയ്യേണ്ടത്? strb ഡോട്ട് ടു സ്ട്രിംഗ്. strb എന്തൊക്കെ ഉണ്ടാവും? ഇതെല്ലാം ഉണ്ടാവും അല്ലെ? ഈ ഒരു കണ്ടന്റ് എല്ലാം ഉണ്ടാവും. str2 സ്ട്രിംഗ് അവിടെ കാണുന്നില്ലല്ലോ, സ്പെല്ലിംഗ് തെറ്റിയോ? strb ഉണ്ടല്ലേ? strb ഡോട്ട് ടു സ്ട്രിംഗ് ആണോ? ടു സ്ട്രിംഗ്. അപ്പൊ അതിന്റെ ഡാറ്റ കംപ്ലീറ്റ് വരും. ഇനി ഡ്യൂറേഷൻ കൊടുക്കുക. ടോസ്റ്റ് ലെങ്ത് അല്ലെ? ടോസ്റ്റ് ലെങ്ത് ലോങ്, then ഡോട്ട് ഷോ. ഓക്കെ, സെമികോളൻ. അപ്പൊ ടോസ്റ്റിന് വർക്കും കംപ്ലീറ്റ് ആയി. ക്ലിയർ ആയോ? എറർ ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എങ്ങനെ റൺ ചെയ്യാം? നമ്മുടെ പ്രോജക്റ്റ് ഇതാണ്, മൈ ചെക്ക് ബോക്സ്. ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ.
ഇവിടെ കാണാൻ പറ്റും റൺ ചെയ്യുന്നത് കണ്ടോ. ഇവിടെ അപ്ലോഡിങ് APK, ഇൻസ്റ്റാളിങ് മൈ ചെക്ക് ബോക്സ് APK. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആണെങ്കിൽ സക്സസ് എന്ന് പറയുന്ന മെസ്സേജ് വരും. അതിനുശേഷം ഏത് ആക്ടിവിറ്റി ആണോ ആ ആക്ടിവിറ്റി ഫസ്റ്റ് ലോഡ് ചെയ്ത് വരും. നോക്കാം, ഇവിടെ ഫസ്റ്റ് ആക്ടിവിറ്റി ലോഡ് ചെയ്ത് വരും. മൈ ചെക്ക് ബോക്സ് നമ്മുടെ ഐക്കൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. 4 ഓപ്ഷൻസ്. ദെൻ ഫസ്റ്റ് ഞാൻ ആൻഡ്രോയിഡ് അതുപോലെ ജാവ ഇത് രണ്ടും ക്ലിക്ക് ചെയ്തു, ഷോ ചെയ്തു. ഇപ്പൊ ടോസ്റ്റിൽ പ്രിന്റ് ചെയ്തു കണ്ടോ. ആൻഡ്രോയിഡ്, ട്രൂ ജാവ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു താഴെ ഒരു ഇത് കൊടുക്കാം, സെപ്പറേഷൻ കൊടുക്കാം. ഒരു എന്താ കൊടുക്കുക, /n കൊടുക്കാം, ന്യൂ ലൈൻ /n. അതുപോലെ PHP അവിടെ /n കൊടുക്കാം, /n. ഇവിടെ ഷെൽ സ്ക്രിപ്റ്റിന് അവിടെ നമുക്ക് /n കൊടുക്കാം. അപ്പൊ ന്യൂ ലൈനിൽ പ്രിന്റ് ചെയ്തു. ഒന്നിച്ച് പ്രിന്റ് ചെയ്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. ഫയൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ക്ലിക്ക് ചെയ്യുക, റൺ ആപ്ലിക്കേഷൻ. കൺസോളിൽ ആൻഡ് റൺ ചെയ്യുന്നത് കാണാൻ കഴിയും കണ്ടോ. അപ്ലോഡിങ്, ഇൻസ്റ്റാളേഷൻ ഓക്കെ ആണെങ്കിൽ സക്സസ് എന്ന മെസ്സേജ് വരും. ദെൻ കറണ്ട് ആക്ടിവിറ്റി അല്ല, ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ഏത് ആക്ടിവിറ്റിയാണോ ഫസ്റ്റ് ലോഡ് ചെയ്യേണ്ടി നമ്മൾ കൊടുത്തുള്ളത് ആ ആക്ടിവിറ്റി ലോഡ് ചെയ്ത് വരും. ഇപ്പൊ നമ്മളിവിടെ സിംഗിൾ ആക്ടിവിറ്റി ഉള്ളൂ, മെയിൻ ആക്ടിവിറ്റി നെറ്റൊന്ന് മാത്രം. അതുകൊണ്ട് അത് മാത്രമേ ലോഡ് ചെയ്ത് വരുള്ളൂ. ഓക്കെ, 2 3 ഉണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം ഏത് ആക്ടിവിറ്റി റൺ ചെയ്ത് വരുന്നത്. അപ്പൊ ഇവിടെ മൈ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് വന്നാൽ ഞാൻ ജാവ, PHP ഇത് രണ്ടും ഞാൻ ടിക്ക് ചെയ്തു. അപ്പൊ താഴെ 4 വരും, ആൻഡ്രോയിഡ് അതുപോലെ ജാവ, PHP, ഷെൽ. ഈ 4 വരും. അതിൽ ആൻഡ്രോയിഡ് ഫാൾസ് ആയിരിക്കും, അതുപോലെ ഷെൽ സ്ക്രിപ്റ്റ് എന്നുള്ളതും ഫാൾസ് ആയിരിക്കും. ജാവയും PHP ട്രൂ ആയിട്ട് വരും. ഓക്കെ കണ്ടോ, ഫാൾസ്, ട്രൂ, ഫാൾസ്. അങ്ങനെ ഇവിടെ ഉള്ളത് ഫാൾസ്, ട്രൂ, ഫാൾസ്. ഇനി വേറൊരു കോമ്പിനേഷൻ കൊടുത്തു, ഇത് കണ്ടോ, 3 എണ്ണം കൊടുത്തു. ആൻഡ്രോയിഡും ജാവയും ഷെല്ലും ട്രൂ കൊടുത്തു, ഫാൾസ് PHP മാത്രം. ഓക്കെ കണ്ടോ, ഫാൾസ് PHP മാത്രം വന്നു, ബാക്കി എല്ലാം ട്രൂ വന്നു. ക്ലിയർ ആയോ? ഇനി എല്ലാം കൊടുക്കാം. എല്ലാം കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ എല്ലാം ട്രൂ വരും. ഇനി ഒന്നുമില്ലെങ്കിലും ഓക്കെ, ആ സമയത്ത് എന്താ ഔട്ട്പുട്ട് കിട്ടുക, എല്ലാം ഫാൾസ് കിട്ടും. ഒന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം എന്ത് ചെയ്യും, ട്രൂ, ബാക്കിയെല്ലാം ഫാൾസും കിട്ടും. ഓക്കെ അല്ലേ? ഏത് ഓപ്ഷൻ വർക്ക് ചെയ്യും കേട്ടോ. മനസ്സിലായോ? സോ നെക്സ്റ്റ് പ്രോഗ്രാമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.